അസ്സലാമു അലൈക്കും. സെലു ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷത്തിലിരിക്കുക, സമാധാനത്തിലിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ കൊണ്ട് ഇത് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യാന്നുള്ളൂ കേട്ടോ. അപ്പം എന്താണ് എന്നുള്ളതല്ലേ, ഈ ഉണ്ണിത്തട്ട എന്ന് പറയും. ഉണ്ണിത്തട്ട എന്നല്ലേ, എന്താ ഞങ്ങൾ ഉണ്ണിത്തട്ട എന്നൊക്കെ പറയും കേട്ടോ. ഈ പഴമൊക്കെ ഉണ്ടാവില്ലേ, വാഴൻ്റെ അതിൻ്റെ താഴെ ഉണ്ടാകുന്ന ആ സാധനം ഉണ്ണിത്തട്ട എന്ന് തന്നെ പറയല്. ഞങ്ങളതാണ് പറയല്, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് വീട്ടിലുണ്ടായിരുന്നു. ഞാനതിനെ പൊട്ടിച്ചിട്ട് ഉപ്പേരി വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ എന്നാൽ പിന്നെ എന്താണ്ട് അപ്ലോഡ് ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിനൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി വന്ന് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ടോ, വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല. കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ടിട്ട് അതിന് വെറുതെ ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ ഈ ഉണ്ണിത്തട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ഉപ്പും ഇട്ട് കൊടുത്ത്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതിന് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നിങ്ങളൊക്കെ ഇതിനെന്താണ് പേര് പറയുക എന്നുള്ളത് പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ ഉണ്ണിത്തട്ടാന്ന് പറയും. എനിക്കങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ശരിക്കും അറിയില്ല. എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ വീട്ടിലുണ്ടായപ്പോൾ ഞാനെന്ത് ചെയ്തു, അതിനെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ചെറുപയറൊക്കെ ഇട്ടത് വെക്കും. ഞാൻ വെറുതെ അങ്ങനെ ഉപ്പേരി വെക്കുകയാണ്. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൽ കുറച്ച് തേങ്ങ വേണം കേട്ടോ. തേങ്ങ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കുക, അതായത് ചതച്ചെടുക്കുക എന്ന് പറയും. അങ്ങനെ ചതച്ചെടുക്കുക. അപ്പം ഞാൻ അതിലേക്ക് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വേണ്ട തേങ്ങ എടുക്കുക. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത്, കാരണം നമ്മൾ അതിലൊന്നും വെള്ളമൊന്നും ഒഴിക്കണില്ല. അതൊന്നും തന്നെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഉണ്ടായി വരും. അപ്പോൾ അതൊന്നും അവിടെ ആവട്ടെ. ഇനി അതിലേക്ക് വേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഉണക്കമുളക്, ഇത് 3 കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2 മുളകും എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് ചതച്ചൊഴിക്കുക. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത ലെവലായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടത്. ചെറുപയറിട്ട് വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ആ ഒത്തിരി ചതവ് കൂടി മിക്സി. അപ്പോൾ അതിന് ഫോൺ അടിച്ചു, അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അത് ഇത്തിരി ഒന്ന് കൂടി, കുഴപ്പമില്ല എന്നാലും. അപ്പം ഞാൻ അതിലേക്ക് ഇതൊക്കെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായി ഇളക്കി. അപ്പോൾ ആ പാത്രത്തിൽ ഇത്തിരി ഉണ്ടായിരുന്നു തേങ്ങ, ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അതൊന്ന് ആയിട്ട് വരട്ടെ. പിന്നെ ഒരുപാട് ആവാനൊന്നുമില്ല, ഒന്നിട്ട് ഇളക്കിയിട്ട് ഒന്നിങ്ങോട്ട് സെറ്റാക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ, നമ്മുടെ ലൈവിലൊക്കെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും കേട്ടോ. അപ്പം അതൊക്കെ ആയി. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റാനായിരുന്നുള്ളൂ. അപ്പം ആയിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇറക്കി വയ്ക്കാന്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടുക. സ്കിപ്പ് ചെയ്യേണ്ട കാണട്ടെ എല്ലാവരും, കാരണം സ്കിപ്പ് ചെയ്യേണ്ട ആരും കാണരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ചെയ്യേണ്ട ആരും കാണരുത്, സ്കിപ്പ് ചെയ്യരുത്, ഇതാണ്. അപ്പോൾ അതൊക്കെ ഇടായി. അപ്പം നമുക്ക് ഇത്തിരി പായസം എൻ്റെ കൂട്ടുകാർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒഴിച്ച് കുടിക്കുകയാണ്. അത് കുടിച്ച സമയത്താണ് മീഷോയിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ അതും വന്നു. അപ്പോൾ ഞങ്ങൾ തട്ടി ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളത് പൊട്ടിക്കുകയാണ്. ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സാധനം മേടിക്കണമെന്ന്, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഉണ്ട് സംഭവം, കൊണ്ടുവന്നത് ഉണ്ട്, പക്ഷേ അത് ഈ ടൈപ്പല്ല, വേറെ ടൈപ്പാണ്. അപ്പം ഞാൻ എടുത്തില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇത് ഇങ്ങനെ മീഷോയിൽ നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായപ്പോൾ പിന്നെ എന്നാൽ മേടിച്ചേക്കാം. വലിയ റേറ്റൊന്നുമില്ല, ചീപ്പ് റേറ്റല്ലേ ഉള്ളൂ, കുറഞ്ഞ റേറ്റേ ഉള്ളൂ. എന്നാലും നമുക്ക് ആ റേറ്റ് വലിയ റേറ്റിനൊക്കെ തന്നെ കേട്ടോ. അപ്പം ഞാൻ അതും പൊട്ടിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പം കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ക്വാളിറ്റി ഉണ്ട് വെച്ചാൽ ക്വാളിറ്റി ഉണ്ട്, ഇല്ല വെച്ചാൽ ഇല്ല. നമുക്ക് ഈ ഇതുപോലെ ഉപ്പേരിയൊക്കെ വെക്കാനും പിന്നെ പായസം കോരി കൊടുക്കാനും അതിനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ എല്ലാവരോടും
പറയുന്നു. നമ്മുടെ ഷോർട്സൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ലൈവിലൊക്കെ വരിക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എനിക്ക്. അപ്പം കുഴപ്പമില്ല കേട്ടോ, സ്പൂണുകൾ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.